കാശുള്ളത് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അത് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ അതെന്ത് ചെയ്യും? അത് മറ്റുള്ളവരുടെ കയ്യിൽ ചേർന്ന് പെടും. അത് വീണ്ടും കറങ്ങി നമ്മളെ കയ്യിൽ വരും. എല്ലാവർക്കും പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് കൂടുതൽ നമ്മുടെ നാട് വളരുള്ളൂ, രാജ്യം വളരുള്ളൂ. പകരം നമ്മളത് കൂട്ടി എവിടെയെങ്കിലും ഒരിടത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. അതിന് റൊട്ടേഷൻ ഇല്ല. പക്ഷെ അതൊക്കെ നമ്മുടെ ഇത് എത്ര കാലം ഇപ്പോഴാണോ ഗവൺമെന്റ് ഒക്കെ മനസ്സിലാക്കുന്നത്? എന്തിനാണ് മനുഷ്യരെ സ്പ്രിഡ് ചെയ്ത് ഭരിക്കുന്നത്? ബ്രിട്ടീഷുകാർ അതല്ലേ ചെയ്തത്. ബ്രിട്ടീഷുകാർ സ്പ്രിഡ് ചെയ്ത് ഭരിക്കുക. അവന്റെ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് അവ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്തി ഭരിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് എ ടെക്നോളജി. ആ ടെക്നോളജി നമുക്ക് നല്ലതല്ല. ഭാരത സംസ്കാരത്തില് ഒരിക്കലും ഇതൊന്നും ഒരു നല്ല കാര്യമില്ല. ഭാരത സംസ്കാരം ഭാരതം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഭാരതത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പഴയതുമായിട്ട് സ്പ്രെഡ് ചെയ്തപ്പെട്ട് നാട്ടുരാജ്യങ്ങളെ തമ്മിലടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് രാജ്യങ്ങൾ കീഴടക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അവരവരെ പവർ കാണിക്കാൻ മാത്രം. പകരം ആവശ്യമില്ലാതെ, റെസ്പെക്ട് ഇല്ലാതെ സാമ്പത്തികപരമായ ഒന്നിനെ അടിച്ചുടക്കാൻ കരുതി ഒരു രാജാക്കന്മാർ മറ്റു രാജാവിനെ ആക്രമിച്ച ചരിത്രവും നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. ഉണ്ടാവാം, എനിക്കറിയില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മളും ഫോളോ അപ്പ് ചെയ്യേണ്ടത് അത് തന്നെയാണ്. ചില കാര്യത്തിൽ നമ്മൾ നല്ല ഫിനാൻഷ്യൽ സെക്യൂർഡ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട പഴയ ആൾക്കാരുണ്ട്. തമ്മി തല്ലിക്കോ, അതിനൊക്കെ ഒരു വേറെ കാര്യത്തിനായിരിക്കണം. ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊന്നും തമ്മി തല്ലിക്കുകയോ ജാട കാണിക്കുകയോ അതിലൊന്നും മതമോ ജാതിയോ ഒന്നും ഉൾപ്പെടുത്തേ ചെയ്യരുത്. മതവും ജാതിയും പറയുന്നത് തോണ്ടി ദൂരെ എറിയണം. കാരണം നിന്റെ വീട് നന്നായിട്ട് പോകണമെങ്കിൽ നിനക്ക് വീട്ടിൽ ഫിനാൻഷ്യൽ വേണം, സാമ്പത്തികം വേണം. സാമ്പത്തികം എത്തണമെങ്കിൽ എന്ത് വേണം? ഉൽപാദനം ഉണ്ടാവണം. ഉൽപാദനം ഉണ്ടായാൽ പോരല്ലോ. ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു പ്രൊഡക്ടിവിറ്റി ആവണം. പ്രൊഡക്ടിവിറ്റി ആയിട്ട് എന്ത് ചെയ്യണം? ലോകം മൊത്തം മാർക്കറ്റ് ചെയ്യപ്പെടണം. എങ്കിലേ ലോകത്തിൽ നിന്ന് കാശ് വന്ന് നമ്മുടെ ഭാരതത്തിൽ ഇറങ്ങുള്ളൂ, ഇന്ത്യയിൽ ഇറങ്ങുള്ളൂ. ആ ഇറങ്ങണ കാശാണ് വീണ്ടും വീണ്ടും എന്നെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയുള്ളൂ. ആ പ്രേരണ വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിലെ സമ്പത്ത് വർദ്ധിപ്പിക്കും. അതൊരു ദൈവത്തിനും കൊണ്ടുവരാൻ പറ്റൂല. അതൊക്കെ ഇമാജിൻ ചെയ്യാൻ പറയാനേ പറ്റുള്ളൂ. ആ കറുപ്പ് സിനിമയിലൊക്കെ ഇമാജിൻ ചെയ്തൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്നു, ഞാൻ കണ്ടില്ല. ഇപ്പൊ സിനിമ ഇപ്പൊ ഒരുപാട് പടം പറയില്ല, കാന്താര, പുഷ്പ 2, ഇത്തരം സിനിമകളൊക്കെ ഇതുകൊണ്ട് ഇമാജിൻ ചെയ്തപ്പെട്ടിരിക്കുകയാണ്. അതൊന്നും ഞാനൊരു കുറ്റം പറയില്ല. ആ സിനിമ അത് സിനിമ മാത്രമാണ്. പക്ഷേ എങ്കിൽ മാത്രമേ നാട് നിന്നപ്പെട്ടുള്ളൂ. ആ ബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ലേറ്റായി പോയി. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ബോധം വന്നിട്ട് കാര്യം തോന്നുന്നു. അപ്പോഴേക്കും നമ്മൾ 50 വർഷം പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കും. തൊട്ടടുത്ത രാജ്യങ്ങൾ നമ്മളെക്കാൾ 100 വർഷം ഫ്രണ്ടിൽ പോയിരിക്കും. എപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇത്തരം ആൾക്കാരെല്ലാം ചുറ്റുപാടോട് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, തിയേറ്റർ. തിയേറ്ററിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രേക്ഷകർക്ക് പറയണത്, ആകെ എന്ത് കിട്ടിയാലും കുറച്ച്